നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസ് KS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും അടങ്ങുന്ന PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ, അതായത് നമുക്ക് അറിയാം വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഇനിയുള്ളൂ. ഇനി ഏപ്രിൽ ആവാൻ പോവുകയാണ്. മെയ് 24-നാണ് ഒന്നാമത്തെ എക്സാം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ വഴി ഇനി ഇടാൻ പോകുന്ന വീഡിയോസ് അത് കുറവായാലും കൂടുതലായാലും നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ള വീഡിയോസ് മാത്രമായിരിക്കും വീഴുന്നത്. നിങ്ങൾക്ക് വിശ്വസിച്ച് എന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണാവുന്ന രീതിയിൽ മാത്രമേ ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞു, PSC പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതും എന്നാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഉൾപ്പെടുത്തി PSC ബുള്ളറ്റിൽ നിന്നും മിക്കവാറും ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് മാത്രം എടുത്തിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ MCQ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പ്ലാറ്റ്ഫോം വഴി MCQ ചോദ്യങ്ങളുടെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാം സീരീസ് അടങ്ങുന്ന പ്ലാറ്റ്ഫോം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് MCQ മാത്രമായിട്ട്, എക്സാം സീരീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് റേറ്റ് കുറച്ചുകൂടെ കുറച്ച് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് താല്പര്യമുള്ളവർ താഴെ ഒന്ന് കമന്റും കൂടെ ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞു, ഇനിയുള്ള എല്ലാ വീഡിയോസും, ഇനി വീഴാൻ പോകുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും, എന്റെ പേരിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിനകത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വീഴാൻ പോകുന്നത്. ഒരു തരത്തിലും നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതില്ല. പല വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഈ വളരെ കുറച്ച് ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹോട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും പ്രിലിംസ് കടക്കാനുള്ള സ്ട്രാറ്റജി നോക്കി മെയിൻസിലേക്ക് ഇപ്പോഴത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ടൂടെ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും അവരുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. PSCയുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ഇല്ലാതില്ല. അപ്പൊ PSC പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓപ്ഷൻ A, സത്യശോധക് സമാജം ജ്യോതിറാവ് ഫുലെ സ്ഥാപിച്ചതാണോ അല്ലയോ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓപ്ഷൻ B, ആര്യ സമാജം ആത്മറാം പാണ്ഡുരംഗ്. ഓപ്ഷൻ C, പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഓപ്ഷൻ D, ഹിതകാരിണി സമാജം വീരേശലിംഗം. അപ്പൊ ഇതാണ് ചോദ്യം. ഇതിനകത്ത് ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ A ശരിയാണ്. എന്താ കാര്യം? സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവ് ഫുലെ തന്നെയാണ്. അതുപോലെ ആര്യ സമാജം സ്ഥാപിച്ചത് ആത്മറാം പാണ്ഡുരംഗ് ആണോ? അല്ല. ആര്യ സമാജം ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മറാം പാണ്ഡുരംഗ് ആണ്. അപ്പം ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മറാം പാണ്ഡുരംഗ് ആണ്. മഹാദേവ് റണാഡയുടെ പേരും കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ പ്രധാനമായിട്ടും സ്ഥാപിച്ചത്, പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മറാം പാണ്ഡുരംഗ് ആണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം തന്നെയാണ്. അപ്പൊ ഒന്നും കൂടെ നോക്കിക്കേ. സത്യശോധക് സമാജം ജ്യോതിറാവ് ഫുലെ, ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മറാം പാണ്ഡുരംഗ്, ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശ ലിംഗം. ഇനി താഴോട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. A ശരിയാണ്, D ശരിയാണ്, Bയും Cയും തെറ്റാണ്. ഇതാണ് ആൻസർ. ഇനി നോക്കിക്കേ, ആര്യ സമാജം സ്ഥാപിച്ചത് എന്നാ? 1875-ലാണ്. 1875-ലാണ് ആര്യ സമാജം ആര് സ്ഥാപിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതി. തെറ്റിക്കരുത്. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ആര്യ സരസ്വതി രണ്ടും പെൺകുട്ടികളുടെ പേരല്ലേ? അപ്പൊ ആര്യ ആലോചിക്കുമ്പോ തന്നെ സരസ്വതിയും കൂടെ ആലോചിച്ചോണം. രണ്ടും പെണ്ണുങ്ങളാണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. അടുത്ത നോക്കുക. വിഗ്രഹാരാധന, ശൈശവിവാഹം, ജാതി വ്യവസ്ഥ എന്നിവയെ എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. എന്തിനെയൊക്കെ എതിർത്തു? വിഗ്രഹാരാധന, ശൈശവിവാഹം, ജാതി വ്യവസ്ഥ, ഇതിനെല്ലാം എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. ഇദ്ദേഹം സ്ഥാപിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് ആര്യ സമാജം. വർഷം 1875. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. പ്രീവിയസ് ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ചോദ്യം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ഇതും ഡിഗ്രി ലെവൽ പ്രീവിയസ് ചോദ്യം. സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന കൃതി രചിച്ചതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. 1875 ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. വിഗ്രഹാരാധനയ്ക്കും ശൈശവിവാഹത്തിനും ജാതി വ്യവസ്ഥയ്ക്കും എതിരെ നിന്ന സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി അത് തെറ്റിക്കരുത്. അടുത്തത് നെക്സ്റ്റ് ഒരു കാര്യമാണ്.
പുതിയൊരാളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് പണ്ഡിത രമാഭായ്. പണ്ഡിറ്റ് രമാഭായ് കേട്ടിട്ടുണ്ടോ? പൂന കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാണ് ആര്? പണ്ഡിറ്റ് രമാഭായ്. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് രമാഭായ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. തെറ്റിക്കരുത്. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് രമാഭായ് ആണ്. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടാണ് ഈ ഒരു സംഘടന സ്ഥാപിച്ചത്. ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നും ബ്രഹ്മ സമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അത് തെറ്റിക്കരുത്, അതെല്ലാവർക്കും അറിയാമായിരിക്കും. ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ്. പ്രാർത്ഥനാ സമാജം നമ്മളിപ്പോ പറഞ്ഞു ആത്മാറാം പാണ്ഡുരംഗ്. ഇപ്പൊ സമാജം കേൾക്കുമ്പോ തെറ്റിപ്പോവരുത്. ഒന്നുകൂടെ പറയട്ടെ. പ്രാർത്ഥനാ സമാജം ആരാ? ആത്മറാം പാണ്ഡുരംഗ് ആണ്. ഏതാ വർഷം? 1867 ആത്മറാം പാണ്ഡുരംഗ്. അതുപോലെ ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് രമാഭായ് ആണ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ തെറ്റി പോവരുത്. സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെയാണ്. അടുത്ത പോയിന്റ് നോക്കുക. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി, കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്നീ നിലകളിൽ പ്രശസ്തയായത് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ്. അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് സ്വാമി വിവേകാനന്ദ സ്ഥാപിച്ച സംഘടന എല്ലാവർക്കും അറിയാം, രാമകൃഷ്ണ മിഷൻ. അതുപോലെ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറും നവവിധാൻ സംഘടന സ്ഥാപിച്ചത് കേശബ് ചന്ദ്ര സെന്നുമാണ്. അപ്പൊ ഈ ഒരു സാമൂഹ്യ പ്രസ്ഥാനം പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ വയ്യാത്ത കുറെ പ്രസ്ഥാനങ്ങളും കൂടെ കാണും. അതും കൂടെ ചേർത്തിട്ട് വേണം പഠിക്കാൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സത്യശോധക് സമാജം ആരാ? ജ്യോതിറാവു ഫുലെ. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്. ഹിതകാരിണി സമാജം വീരേശലിംഗം. അതുപോലെ കൂട്ടത്തിൽ പഠിച്ചത് ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ്. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് രമാഭായ് ആണ്. അതുപോലെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ് ടാഗോർ. നവവിധാൻ സംഘടന കേശബ് ചന്ദ്ര സെൻ. ഇത്രയും കാര്യങ്ങൾ മറക്കാതിരിക്കുക. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇത്രയും പോയിന്റ്സ് ഷുവർ ആയിട്ട് നോക്കിയിട്ട് പോവാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരികയാണെങ്കിൽ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയല്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളെ സൂചിപ്പിക്കുന്ന രീതി. ദുർഘടമായ പ്രദേശം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് പെട്ടെന്ന് മാപ്പിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റാത്തില്ല. മുകളിൽ നിന്നൊക്കെ ഭൂസർവേ നടത്തുന്ന സമയത്ത് ഉയരം മുകളിൽ നോക്കിയാലും കിട്ടാത്ത രീതിയിലുള്ള സ്ഥലങ്ങളാവുമ്പം ആ പ്രദേശത്തിനെ ഉയരം ഇങ്ങനെ തുടർച്ചയല്ലാത്ത രേഖകൾ കൊണ്ട് സൂചിപ്പിക്കുന്ന ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് ഫോം ലൈൻ. എന്ത് വിളിക്കും? ഫോം ലൈൻ. ഓർത്തു വെച്ചേക്ക. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന് ഉയരം തുടർച്ചയല്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്ന രീതിയിൽ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഫോം ലൈൻ എന്ന് വിളിക്കുന്നത്. ബാക്കി നോക്കാം. നമുക്ക് സ്ഥിരം PSC യുടെ ഒരു ചോദ്യമാണ് ടോപ്പോഗ്രാഫിക് മാപ്പ്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമ ഉപരിതല സവിശേഷതകളെയും സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോപ്പോഗ്രാഫിക് മാപ്സ് അഥവാ ധരാതലീയ ഭൂപടം. എന്താ പറഞ്ഞത്? പ്രകൃതിദത്തം, മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ ഭൗമോപരിതല സവിശേഷത, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മനുഷ്യനിർമ്മിച്ചതായിക്കോട്ടെ പ്രകൃതി ഓൾറെഡി സെറ്റ് ചെയ്തായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും സൂക്ഷ്മമായിട്ട് നമ്മൾ ഒരു മാപ്പിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ, സൂക്ഷ്മ മീൻസ് എന്താണ്? മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചിത്രീകരിക്കുന്നതിനെയാണ് നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്പ് അഥവാ ധരാതലീയ ഭൂപടം എന്ന് വിളിക്കുന്നത്. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ടോപ്പോ ഷീറ്റ് എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പൊ ഈ ടോപ്പോഗ്രാഫിക് മാപ്പാണ് ടോപ്പോ ഷീറ്റ് എന്നും അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിലെ ധരാതലീയ ഭൂപട നിർമ്മാണത്തിന്റെ ചുമതല ആർക്കാണ്? സർവേ ഓഫ് ഇന്ത്യ. ആരുടെ അണ്ടറിലാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയാണിത്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നത് കോണ്ടൂർ രേഖകൾ, ഫോം, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫോം ലൈനുകൾ, അതുപോലെ സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്, ഈ മാർഗങ്ങളിലൂടെയാണ് ഉയരം ചിത്രീകരിക്കുന്നത്. അപ്പൊ ഉയരത്തിനെ കാണിക്കുന്നത് ടോപ്പോഗ്രാഫിക്കിനകത്ത്, മാപ്പുകൾക്കകത്ത് ഉയരത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞ കോണ്ടൂർ രേഖ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്, ഇതൊക്കെ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ച് നമ്മൾ വരയ്ക്കുന്ന ഒരു രേഖയെ വിളിക്കുന്ന പേരെന്താ? കോണ്ടൂർ രേഖ. പ്രീവിയസ് ചോദ്യമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരുപോലെ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ച് നമ്മൾ വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയുണ്ട്. അതാണ് കോണ്ടൂർ രേഖകൾ എന്നറിയപ്പെടുന്നത്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ എന്നിവയുടെ ഉയരം,
ബെഞ്ച് മാർക്ക് എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നു. എന്താണ് BM? BM മീൻസ് ബെഞ്ച് മാർക്ക് ആണ്. അപ്പൊ ജലസംഭരണിയോ പ്രധാന കെട്ടിടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉയരമാണ് നമ്മൾ ബെഞ്ച് മാർക്ക് കൊണ്ട് രേഖപ്പെടുത്തുന്നത്. ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിനായിട്ട് ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുന്നതാണ് സ്പോട്ട് ഹൈറ്റ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോം ലൈൻ എന്താ? ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂർ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ഒരു സാങ്കല്പിക രേഖ വരച്ചിട്ട് അതായത് തുടർച്ചയല്ലാത്ത രേഖ വരയ്ക്കും. അത് ഫോം ലൈൻ ആണ്. പിന്നെ കോണ്ടൂർ രേഖ നമ്മൾ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ച് നമ്മളൊരു സാങ്കല്പിക രേഖ വരയ്ക്കുവാണെങ്കിൽ കോണ്ടൂർ രേഖയാണത്. പിന്നെ നമ്മൾ ഒരു പേരൂടെ പറഞ്ഞല്ലോ, എന്താ അത്? ബെഞ്ച് മാർക്ക്. എവിടെയാ ബെഞ്ച് മാർക്ക് കാണാൻ പറ്റുന്നത്? ജലസംഭരണി, പ്രധാന കെട്ടിടങ്ങൾ എന്നിവയുടെ ഉയരം നമ്മൾ അടയാളപ്പെടുത്തുന്നതാണ് ബെഞ്ച് മാർക്ക് BM. അതുപോലെ സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിനായിട്ട്, ഒരു സ്ഥാനം എടുത്തു അതിന്റെ ഉയരം കാണിക്കുന്നതിനായിട്ട് ഭൂപടത്തിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യ നമ്മൾ രേഖപ്പെടുത്തുന്നു. ദാറ്റ് ഈസ് കോൾഡ് സ്പോട്ട് ഹൈറ്റ്. ഇനി നോക്കിക്കേ, കോണ്ടൂർ രേഖകളിൽ നിന്നും ഭൂപ്രദേശത്തിന്റെ ഉയരം, ചരിവിന്റെ സ്വഭാവം, ഭൂരൂപത്തിന്റെ ആകൃതി. കോണ്ടൂർ രേഖ എന്താ? ഒരേ ഉയരം, സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ നമ്മൾ സാങ്കല്പികമായിട്ട് രേഖ വരയ്ക്കുന്നതിനാണ് കോണ്ടൂർ രേഖ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു ഭൂപ്രദേശത്തിന് എത്ര ഹൈറ്റ് ഉണ്ട്, അതിന്റെ ചരിവ് എങ്ങനെയാണ്, അതിന്റെ സ്വഭാവം എങ്ങനെയാണ്, ഭൂരൂപത്തിന്റെ ആകൃതി അവിടുത്തെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ആ രേഖ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ചോദ്യം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാപ്പ് കൃത്യമായി ഡിഗ്രിക്കാർ പഠിച്ചിട്ട് പോവുക. അതുപോലെ ഞാൻ പറഞ്ഞു സാമൂഹ്യ പ്രസ്ഥാനം പഠിച്ചിട്ട് പോവുക. അടുത്തത് ഒരു റെയർ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശി, സ്മൂത്ത് മസിൽസ് എന്ന് പറയും. മിനുസപേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്മൂത്ത് മസിൽസ് ആണ്. അതിനെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, അസ്ഥിയുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നതാണ് സ്മൂത്ത് മസിൽസ്. രക്തക്കുഴലുകളിലാണ് ഇത് കാണപ്പെടുന്നത്. കുറുകെ വര കാണപ്പെടുന്നുണ്ട്. അനൈശ്ചിക ചലനങ്ങൾ കാണപ്പെടുന്നു. ഐച്ഛികം അനൈശ്ചികം അറിയാമല്ലോ, വോളണ്ടറി ഇൻവോളണ്ടറി. അതാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് തെറ്റ്? എയും സിയും തെറ്റ് എന്നാണ് പറയുന്നത്. അതായത് അസ്ഥികളുമായിട്ട് ചേർന്നല്ല സ്മൂത്ത് മസിൽസ് കാണപ്പെടുന്നത്, ഇതിന് കുറുകെ വരകളും ഇല്ല. പിന്നെ എന്തൊക്കെയാണ് ശരി? രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നതാണ് സ്മൂത്ത് മസിൽസ്. അനൈശ്ചിക ചലനങ്ങൾ കാണപ്പെടുന്നു. അനൈശ്ചിക മീൻസ് ഇൻവോളണ്ടറി ആയിട്ടുള്ള മോഷൻസ് കാണപ്പെടുന്നു. ശ്രദ്ധിക്കുക, ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നതും കുറുകെ വരയില്ലാത്തതും അനൈശ്ചിക ചലനങ്ങളെ സാധ്യമാക്കുന്നതുമായിട്ടുള്ള പേശിയാണ് മിനുസപേശി, സ്മൂത്ത് മസിൽസ് അഥവാ രേഖാശൂന്യ പേശി എന്നും പേരുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെക്ഷൻ പറയുന്നില്ല, കാരണം നമുക്ക് ഡിഗ്രിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല ഇത്. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നതും കുറുകെ വരകളില്ലാത്തതും അനൈശ്ചിക ചലനങ്ങളെ സാധ്യമാക്കുന്നതുമായിട്ടുള്ള പേശിയാണ് സ്മൂത്ത് മസിൽസ് അഥവാ രേഖാശൂന്യ പേശി എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ആകൃതി സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നു. എന്താണ് സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നത്? ഈ ഇതാണ് സ്മൂത്ത് മസിൽസിലാണ്. അതുപോലെ ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നതും കുറുകെ വരകൾ ഉള്ളതും അനൈശ്ചിക ചലനങ്ങളെ സാധ്യമാക്കുന്നതുമായിട്ടുള്ള പേശി ഏതാ? ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നത് എന്തായിരിക്കും? ഹൃദയപേശി, കാർഡിയാക് മസിൽസ് ആയിരിക്കും. അപ്പം അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനത് അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മിനുസപേശി എന്ന് പറഞ്ഞാൽ, സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ കാണപ്പെടും? ആമാശയത്തിലും ചെറുകുടലും ഒക്കെ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന, അത് കുറുകെ വരകളില്ലാത്തതും ഇൻവോളണ്ടറി ചലനങ്ങളെ സാധ്യമാക്കുന്നതുമായിട്ടുള്ള പേശിയാണ് സ്മൂത്ത് മസിൽസ്. ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ് നമ്മുടെ ചോദ്യം നോക്കാം. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം എന്തായിരുന്നു? ആധുനിക ഇന്ത്യൻ ആസൂത്രണം, ആധുനികമാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഇന്ത്യയുടെ ആസൂത്രണത്തിൽ ഏറ്റവും പ്രയാസമേറിയിരുന്ന ദൗത്യം ഏതാണ്? പ്ലാൻ തയ്യാറാക്കുമായിരുന്നോ, ലക്ഷ്യം നിശ്ചയിക്കുമായിരുന്നോ, സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം? ഇവയൊന്നുമല്ല. ഓപ്ഷൻ സി ആയിരുന്നു സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. നോക്കുക, ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന വിഷയം പ്രധാന ചർച്ചാ വിഷയമായ INC സമ്മേളനമായിരുന്നു കറാച്ചി സമ്മേളനം 1931. എന്താ പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം. ആ സമ്മേളനത്തില് പ്രധാന ചർച്ച എന്തായിരുന്നു? ബ്രിട്ടീഷ് ചൂഷണം, ഇന്ത്യയുടെ വികസന മുരടിപ്പ്, ഇതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം, ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. അപ്പം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ച വർഷം നമ്മൾ എപ്പോഴും പറഞ്ഞ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിനകത്ത് പറയുന്ന ഒരു പോയിന്റ് ആണ്. 1938 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ സമ്മേളിച്ച് ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ബോംബെ പ്ലാൻ തയ്യാറാക്കിയ വർഷം 1944. അതുപോലെ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാ?
ദാദാഭായ് നവറോജി. അതുപോലെ ഇദ്ദേഹത്തിനെയാണ് ഡ്രെയിൻ തിയറി, നമ്മൾ പഠിച്ചിട്ടുള്ള ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയാണ്. അതുപോലെ ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് MN റോയ് ആണ്. ആദ്യമായിട്ട് നമുക്കൊരു ജനകീയ പദ്ധതി എന്നുള്ള ഒരു പേരില് കൊണ്ടുവരുന്നത് ആരാണ്? MN റോയ് ആണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത്, പ്രീവിയസ് ചോദ്യം, 1948 ഒരു വ്യാവസായിക നയം സ്വതന്ത്ര ഇന്ത്യയിൽ വരുന്നത്. പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ ആരുടെയാ? M വിശ്വേശ്വരയ്യയുടെയാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന 1950 മാർച്ച് 15 ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? തുല്യത, +1 ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠം, തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. അല്ലയോ? ഇത് പ്രീവിയസ് ചോദ്യമാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനും ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ആസൂത്രണ കമ്മീഷൻ. സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയായിരുന്നു ആര് സ്വീകരിച്ചത്? നമ്മുടെ ഇന്ത്യ സ്വീകരിച്ചത്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞത്, പ്രീവിയസ് ചോദ്യം, ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനം നീതി ആയോഗ് ആണ്. ഫുൾ നെയിം എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിന്റെ നിലവിലത്തെ CEO ആണ് BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ നിലവിലത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ കെ ബെറി. നീതി ആയോഗ് 2023-24 സുസ്ഥിര വികസന ലക്ഷ്യത്തില് നമ്മുടെ ഇന്ത്യയുടെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 2021-21 66 നിന്നും ഇപ്പം ലേറ്റസ്റ്റ് 23-24 71 നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളത്തിന് ലഭിച്ച പോയിന്റ് 79, 1ാം സ്ഥാനമാണ് നമ്മുടെ കേരളത്തിന്. അതുപോലെ കേരളത്തോടൊപ്പം സെയിം പോയിന്റ് വാങ്ങിച്ച ആളായിരുന്നു ഉത്തരാഖണ്ഡ്. ഏറ്റവും കുറഞ്ഞ പോയിന്റ് 57 പോയിന്റോടെ ബീഹാർ ആയിരുന്നു. സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക, സുസ്ഥിര വികസനം അറിയാലോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതിന്റെ സൂചികയിൽ 12ാമത് ലക്ഷ്യമായ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷനിൽ കേരളത്തിന് 53 പോയിന്റ് ലഭിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ 6ാമത് ലക്ഷ്യമായ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ 100 പോയിന്റും നേടിയ സംസ്ഥാനം ഏതാ? ഗോവ. ആകെ 16 ലക്ഷ്യങ്ങൾ അടങ്ങുന്നതായിരുന്നു ഈ ഒരു SDG ഇന്ത്യ ഇൻഡെക്സ് 2023-24 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ ഇൻഡെക്സ് എന്നാണ് ഫുൾ നെയിം. അതൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ്? 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. എല്ലാം ശരിയാണെന്നാണ് ആൻസർ. അപ്പൊ ഓർക്ക, 1998 മെയ് 17 മലപ്പുറം ജില്ലയിൽ വെച്ച് കുടുംബശ്രീയുടെ ഉദ്ഘാടനം നടന്നതാണ്. അതുപോലെ കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്നത് ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ഹാപ്പി കേരളം ഹാപ്പിനെസ് സെന്റർ പദ്ധതി. 60 വയസ്സ് കഴിഞ്ഞ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോധികർക്ക് മാനസിക ഉല്ലാസത്തിന് പഞ്ചായത്ത് തലത്തിൽ പകൽ ഒത്തുകൂടുന്നതിന് സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സായം പ്രഭ ഹോം പദ്ധതി. പ്രൊബേഷൻ ഗുണഭോക്താക്കൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതി മിത്രം പദ്ധതി. സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി വരുന്ന സമന്വയ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ട്രാൻസ്ജെൻഡേഴ്സ്. സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി വരുന്ന സമന്വയ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാ? ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി വർണ്ണം പദ്ധതിയാണ്. ഡിസ്റ്റൻസ് ആയിട്ട് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഡിഗ്രി PG കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായവും ഇതുവഴി നൽകുന്നുണ്ട്. വർണ്ണം പദ്ധതി. അപ്പൊ കുടുംബശ്രീയെ പറ്റിയിട്ട് ഒന്നുകൂടെ പറയാം. കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്. അതുപോലെ കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. ഇതെല്ലാം ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് ചോദ്യമാണ്, ഭരണഘടനയുടെ ഏത് വകുപ്പാണ് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാർഷിക വ്യാവസായിക മേഖലകളിൽ ജോലി ചെയ്യുന്നത് നിരോധിക്കണം എന്ന് പറയുന്നത്? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആർട്ടിക്കിൾ 24 ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്, അല്ലയോ? കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഏത് വർഷം? 1989 ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമം ഏതാ? 2012 പോക്സോ ആക്ട് ആണ്.
18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് നിയമം പരിഗണിക്കുന്നു. പ്രീവിയസ് ചോദ്യം, പോക്സോ ആക്ട് പ്രകാരം എത്ര പ്രായത്തിൽ താഴെയുള്ളവരാണ് കുട്ടികളായിട്ട് കണക്കാക്കുന്നത്? 18 വയസ്സ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. CWPO ആരാ? പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ്. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ വകുപ്പ് 19 പ്രകാരം അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. അപ്പൊ പോക്സോ ആക്ട് നിങ്ങൾക്കറിയാമല്ലോ, അതൊന്ന് വായിച്ചു നോക്കിയിട്ട് പോവുക. പോക്സോ ആക്ട് പ്രകാരം എന്താ പറയുന്നത്? ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ വകുപ്പ് 19 പ്രകാരം അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്നാണ് പറയുന്നത്. പോക്സോ നിയമം വകുപ്പ് 44 പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ആരാ? കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. അതുവരെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 2013 ജൂൺ 3-നാണ് നിലവിൽ വന്നത്. 13 ജൂൺ 3-ന് നിലവിൽ വന്നത് എന്താ? കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. നിലവിലത്തെ ചെയർമാനാണ് ശ്രീ KV മനോജ് കുമാർ. അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലണ്ടിലെ റെവല്യൂഷനെ പറ്റിയിട്ടാണ് ചോദ്യം. ഗ്ലോറിയസ് റെവല്യൂഷൻ, അതിനെ പറ്റിയിട്ടാണ് ചോദ്യം. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യം മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണിത്? ഗ്ലോറിയസ് റെവല്യൂഷൻ. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് സെക്കൻഡ് ഫ്രാൻസിലേക്ക് പോവുകയും വില്യവും മേരിയും അധികാരത്തിൽ വരികയും ചെയ്ത സംഭവമാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ. എന്താ അത്? രക്തരഹിത വിപ്ലവം, മഹത്തായ വിപ്ലവം, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഗ്ലോറിയസ് റെവല്യൂഷൻ. രക്തരഹിത വിപ്ലവം, മഹത്തായ വിപ്ലവം, ഇതൊക്കെ ഏതാണ്? ഗ്ലോറിയസ് റെവല്യൂഷൻ തന്നെയാണ്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുന്നതിനും പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമായ വിപ്ലവമായിരുന്നു ഈ രക്തരഹിത വിപ്ലവം. എന്താ പറയുന്നത്? ഏകാധിപത്യം അവസാനിപ്പിച്ചു, അതുപോലെ പാർലമെന്റ് അധികാരം വർദ്ധിപ്പിച്ചു. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം നടന്ന കാലഘട്ടം ഏതാ? 1688-89 ആയിരുന്നു. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യം. അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയതായിരുന്നു ജെയിംസ് ഓട്ടിസ്. പ്രീവിയസ് ചോദ്യം. ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം എന്താ? മെർക്കന്റലിസം. അതുപോലെ ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ നികുതി ചുമത്തി. അതിനെതിരെ അമേരിക്കയിൽ 1773 ഡിസംബർ 16-ന് നടന്ന പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം 1776 ജൂലൈ 4-ആണ്. അതുപോലെ ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടി 1783-ലെ പാരീസ് ഉടമ്പടിയും. ഇത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങ് വിട്ടുവിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങ് പോകുന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ജോർജ് വാഷിംഗ്ടൺ. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചതും സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സവിശേഷതയാണ്. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഈ പ്രസ്താവനയൊക്കെ നടത്തിയത് ആരാ? ലൂയി 14 അപ്പൊ ഇതും കൂടെ നോക്കിയിട്ട് പോവാ. അപ്പൊ ഏറ്റവും ഹോട്ട് ക്വസ്റ്റ്യൻസ് എന്ന് തോന്നുന്ന, ഹോട്ട് സെക്ഷൻസ് എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ മാത്രമായതുകൊണ്ടാണ് ഞാൻ ഇത് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്താ? ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, കൂടുതൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടും സാമൂഹ്യ നവോത്ഥാന നേതാക്കന്മാരെ പറ്റിയിട്ടും പഠിക്കുക. പിന്നെ ഈ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടെ ആഡ് ചെയ്ത് പഠിക്കുക. അമേരിക്കൻ വിപ്ലവം കുറച്ചുകൂടെ പഠിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.